ഇത് തിരുവനന്തപുരം സ്വദേശിയായ ഡെയ്സി. മത്സ്യത്തൊഴിലാളിയുടെ മകളായി തുമ്പയിൽ ജനിച്ചു. കണ്ണുനീർ നനവുള്ള ജീവിതാനുഭവങ്ങൾ, ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ തകർന്നുപോയ ഈ സഹോദരിയുടെ ജീവിതത്തിൽ വചനദീപം പ്രകാശമായി ജ്വലിച്ച ആത്മീക അനുഭവങ്ങളാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. എൻ്റെ പിതാവിന് 7 പെൺമക്കളും 2 ആൺമക്കളും. വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലെ ഒരംഗമായിരുന്നു. എൻ്റെ ജീവിത പങ്കാളി എന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ വന്നപ്പോൾ എൻ്റെ പിതാവ് അത് അനുവദിച്ചില്ല. കാരണം അവർ വളരെ സമ്പന്നരായിരുന്നു, ഭൂസ്വത്തിനുടമകളായിരുന്നു. എന്നാൽ വീണ്ടും വീണ്ടും കടന്നു വന്ന് നിർബന്ധിച്ചതിൻ്റെ പേരിൽ മാതാവും മറ്റ് സഹോദരങ്ങളും ഒരു കുഞ്ഞെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് എന്നെ ആ വിവാഹം നടത്തിത്തന്നു. എന്നാൽ അവരുടെ വീട്ടുകാർക്ക് എന്നെ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവർ വളരെ സമ്പന്നരായതുകൊണ്ട് തന്നെ എന്നെ ഉൾക്കൊള്ളത്തില്ലായിരുന്നു. എന്നാൽ എല്ലാവരും ചേർന്ന് തന്നെയാണ് കല്യാണം നടന്നത്. കല്യാണത്തിന് ശേഷവും ഞാൻ വളരെയധികം വിഷമത്തോടെയാണ് ഓരോ ദിവസവും തള്ളിവിട്ടത്. നാളുകൾ കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളായി. അതിനുശേഷം എൻ്റെ ഭർത്താവ്, പുള്ളിക്കാരന് നല്ല വസ്തുവകകൾ വീട്ടിൽ നിന്ന് ഷെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പുള്ളി ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കൂടെയായിരുന്നു. പുള്ളിക്കാരൻ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകത്തില്ലായിരുന്നു. അതുകൊണ്ട് വീട്ടിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാൽ ഈ വസ്തുവിന്ന് തേങ്ങയൊക്കെ വെട്ടി വിറ്റാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേശ്ശെ വസ്തുക്കൾ വിൽക്കുന്നതിന് ഞാൻ എതിരായിരുന്നു. അത് അനുവദിക്കാതിരിക്കുമ്പോൾ എന്നെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. കുറേ കാലം ആ ഉപദ്രവം സഹിച്ച് കിടന്നിട്ട് പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട പല സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്നെ പലതവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവൻ അപകടമാകുമെന്ന് കണ്ടുകൊണ്ട് ഞാൻ പല പ്രാവശ്യം കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ ഞാൻ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുമ്പോൾ ആ സ്കൂളിൽ നിന്ന് വന്ന് പിള്ളേരെ കൊണ്ടുപോകും. പിന്നെ 1 മാസത്തേക്ക് കുഞ്ഞുങ്ങളെ പുറത്ത് കാണിക്കത്തില്ലായിരുന്നു. അതെനിക്ക് വല്ലാത്ത ഭാരമായിരുന്നു. അതിനുശേഷം ഒരു തവണ ഞങ്ങളുടെ പ്രദേശത്തുള്ള പാലത്തിൻ്റെ അടുത്ത് ഒരു സ്ത്രീ, മദ്യം വിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവിടെ വന്ന് കുടിക്കാൻ വന്ന് നിൽക്കുന്നെന്നറിഞ്ഞ് മൂത്ത മോള് ആണ് പുള്ളിയെ സൈക്കിളിൽ വെച്ച് ചവിട്ടിക്കൊണ്ടുവരുന്നത്. ആരോ കുടിക്കാൻ പോയവർ എന്നോട് വന്ന് പറഞ്ഞ് എൻ്റെ മൂത്ത മോൾ അവിടെ സൈക്കിളും വെച്ച് നിൽക്കുന്നെന്ന്. ഞാൻ ഓടിപ്പോയി. അവിടെ ഓടിച്ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആണുങ്ങൾ കുടിച്ചിട്ട് വരികയും പോവുകയും ചെയ്യുന്നു. ഞാൻ പെട്ടെന്നൊരു ആട്ടോയിൽ എൻ്റെ കൊച്ചിനെയും കയറ്റി ഞാൻ വന്നപ്പം ഈ കുടിക്കാൻ നിന്ന കൂട്ടത്തിൽ നിന്ന് എൻ്റെ ഭർത്താവ് ഓടി വന്ന് എന്നെ അവിടെ ഇട്ട് വല്ലാതെ ഉപദ്രവിച്ച്. പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുത്തില്ല. അന്ന് അവൾക്ക് 12 വയസ്സായിരുന്നു. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വന്ന് പിന്നെ അതിനുശേഷം മോനെ കൊണ്ടുപോകുമായിരുന്നു. അവനെയും പോയി കൊണ്ടുവന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയെങ്കിലും ഞാൻ എൻ്റെ മക്കളെ വിട്ടുകൊടുത്തില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ മത്സ്യത്തൊഴിലാളിയാണ്. പക്ഷെ ദാരിദ്ര്യം നന്നേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 3 പേരുടെയും കാര്യത്തിൽ അവരെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഞാനൊരു പാസ്പോർട്ട് എടുക്കുമായിരുന്നു. ഞാൻ പാസ്പോർട്ട് എടുക്കുന്ന സമയത്തും ഞാനൊരു സ്കൂളിൽ ആയയുടെ ജോലിക്ക് പോകുമായിരുന്നു. ഒരു പ്രൈവറ്റ് സ്കൂളിൽ 500 രൂപ കിട്ടും. പ്രൈവറ്റ് സ്കൂളിൽ ജോലിക്ക് പോകുമ്പോൾ ആ പൈസ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മതിയാകാതെ വരുമ്പോൾ ഞാൻ അടുത്തുള്ള പറമ്പിൽ വെള്ളമടിക്കാനും ഒരു പശുവിനെ നോക്കാനും ഒക്കെ പോയി അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പാസ്പോർട്ട് എടുത്ത് ഇവിടെ ഇങ്ങനെ നിന്നാൽ ജീവിക്കാൻ പറ്റത്തില്ല, പുറത്തോട്ട് പോകണമെന്ന് വിചാരിച്ച്. പക്ഷേ പുള്ളിക്കാരൻ ഇതെങ്ങനെയോ അറിഞ്ഞ് എൻ്റെ പാസ്പോർട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ പുള്ളിയുടെ വീട്ടിൽ ഒരു അമ്മയുടെ സഹോദരൻ പ്രീസ്റ്റാണ്, അമ്മയുടെ ഒരു ചേട്ടത്തി
കന്യാസ്ത്രീയാണ്. പക്ഷേ അവരുടെയൊക്കെ കുടുംബത്തിൽ ഞാനിങ്ങനെ ഒരാൾ വിദേശത്ത് ജോലിക്ക് പോകുന്നത് അയാൾക്കൊരു നാണക്കേടായിട്ട് തോന്നി. അയാൾ വന്ന് എന്നെ സ്നേഹം നടിച്ച് യോജിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ്, അച്ഛന്മാരൊക്കെ അവരുടെ കയ്യിലാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ എന്നെ ആളെ വിട്ട് വിളിപ്പിച്ച്. ഞാൻ പറഞ്ഞ് എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നെ വല്ലാതെ ഉപദ്രവിക്കും, അതുകൊണ്ട് എനിക്കിനി ഈ മനുഷ്യനുമായിട്ട് ജീവിക്കാൻ നന്നാ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ ഈ ഇടവക ഭരിക്കുമ്പോൾ ഞാൻ പറയുന്ന അനുസരിക്കണം, ഒരുമിച്ച് താമസിച്ചേ പറ്റുള്ളെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വിളിച്ച് യോജിപ്പിച്ച് ആ ഇടവകയുടെ അകത്തൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിപ്പിച്ച്. പക്ഷെ അവിടെ താമസിക്കുമ്പോഴും എല്ലാ ദിവസവും എന്നെ ഉപദ്രവിക്കുമായിരുന്നു, പലതവണയായിട്ട്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിട്ടായിരിക്കത്തില്ല. ഒന്നുകിൽ വെളിയിലോട്ട് പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞ് ആ ഒരു കാര്യം പറഞ്ഞ് നിന്നെ ആരോ നോക്കി ചിരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും എന്നെ ഉപദ്രവിക്കുന്നത്. 9 മാസം കൂടെ താമസിച്ച് എനിക്ക് 3ാമതൊരു കുഞ്ഞ് ഉദരത്തിൽ ജനിച്ച്. എൻ്റെ മൂത്ത കുഞ്ഞിനേക്കാളും 10 വയസ്സിന് ഇളയതാണ്. എനിക്കങ്ങനെ 3 കുഞ്ഞുങ്ങൾ, മൂത്തത് മോള്, 2ാമത്തത് മോൻ, 3ാമത്തതും പെൺകുഞ്ഞ്. അങ്ങനെ 3 മക്കൾ. ഈ 3 മക്കളുമായിട്ട് ജീവിക്കാൻ 2 കുഞ്ഞുങ്ങളായപ്പോഴേ കഷ്ടമായിരുന്നു. പിന്നെ 3ാമതൊരു കുഞ്ഞും കൂടെ ആയപ്പോൾ വല്ലാതെ ഞാൻ ഭാരപ്പെട്ടു. എന്നാൽ ആ മനുഷ്യൻ എന്നെ ഒരു ട്രെയിനിൻ്റെ ഇടയിൽ എന്നെ അടിച്ച് എൻ്റെ ശരീരത്തൊക്കെ നീരായി, പല്ല് വാ തുറക്കാൻ പറ്റാതായപ്പോൾ എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ എന്നെ ഒരു ട്രെയിനിൻ്റെ ഇടയിൽ തള്ളിയിടാനൊക്കെ പരമാവധി ശ്രമിച്ച് ഞാൻ അവിടെ നിന്നൊക്കെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ അതിനുശേഷം വീട്ടിൽ വന്ന് എന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് എൻ്റെ കുടുംബ വീട്ടിൽ എൻ്റെ പിതാവിൻ്റെ അടുക്ക ഓടിപ്പോയി. അപ്പം എൻ്റെ ഉടുതുണികളെല്ലാം മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിച്ചിട്ട് പുള്ളിക്കാരൻ്റെ വസ്ത്രം എടുത്ത് പുള്ളിക്കാരൻ പോയി. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നില്ല. എൻ്റെ വയറ്റിൽ കുഞ്ഞിന് 5 മാസമായി. 5 മാസമാകുന്നിടം വരെയും എൻ്റെ കൂടെ കറങ്ങി ചുറ്റിപ്പറ്റി നിന്ന്. എന്ന് വെച്ചാൽ അതിനെ അബോർഷൻ ചെയ്യരുതെന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ തിരിച്ച് കടന്നു പോയതിന് ശേഷം ഞാൻ ആ കുഞ്ഞിന് നഷ്ടപ്പെടുത്തിയില്ല. അതിനെ ഞാൻ പ്രസവിച്ച് അതിനുശേഷം ആ കുഞ്ഞിന് 1.5 വയസ്സായപ്പോഴാണ് ഞാൻ ഈ സ്കൂളിൽ ഈ അച്ഛൻ്റെ നേതൃത്വത്തിൽ തന്നെ തുമ്പ ഇടവക എന്ന ഗ്രാമത്തിൽ ഒരു പ്രൈവറ്റ് സ്കൂൾ തുടങ്ങി. അവിടെ ഒരു ആയയുടെ പോസ്റ്റ്. ആയയാണെങ്കിലും സ്കൂൾ വൃത്തിയാക്കണം, കഞ്ഞിയുണ്ടാക്കണം, പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഇരുത്തി എഴുതി പഠിപ്പിക്കും. അങ്ങനെ ഞാൻ ആ ജോലി ചെയ്തുകൊണ്ട് വരുമ്പോൾ തന്നെ എനിക്ക് ഒരു ജോലിയും ചെയ്ത് പരിചയമില്ലായിരുന്നു. പക്ഷേ ഞാൻ സ്കൂളിൽ പോയി കഞ്ഞി വെച്ച് കുറേ കുട്ടികളെ ഇരുത്തി പഠിപ്പിച്ച് അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിലൊരു വലിയ ആഗ്രഹമായിരുന്നു എവിടോട്ടെങ്കിലും ഒന്ന് പോകണമെന്ന്. എന്നാൽ 5 രൂപ സ്വന്തമായിട്ട് എൻ്റെ കയ്യിലില്ല. പക്ഷേ എൻ്റെ ഒരു ചേച്ചിയുടെ മോളുടെ ഭർത്താവ് എന്നെ സഹായിച്ചു. ഒരു 2 ലക്ഷം രൂപ എനിക്ക് തന്നു. ആ പൈസ കൊണ്ട് വേറെയും കുറച്ച് പൈസയൊക്കെ കടമെടുത്ത് ഞാൻ ലണ്ടനിൽ പോയി. 1-2 തവണ റിജക്റ്റ് ആയെങ്കിലും എൻ്റെ ആഗ്രഹം ഞാൻ നിർത്തിവെച്ചില്ല. ഞാൻ എല്ലാ ദിവസവും വചനം വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ മുട്ടുമേ നിന്ന് 153 മണി ജപം പഠിക്കുമായിരുന്നു. പിള്ളേരെയും മുട്ടുമേ നിർത്തി. പക്ഷെ എന്നും പ്രാർത്ഥിച്ചിട്ടേ കിടക്കുകയുള്ളായിരുന്നു. അങ്ങനെ എനിക്ക് ലണ്ടനിൽ പോകാനൊരവസരം ലഭിച്ചു. കയ്പ് നിറഞ്ഞ ജീവിതാനുഭവങ്ങളിൽ തകർന്നു പോകേണ്ട മനസ്സിനെ ഉള്ളിൽ ബലം നൽകി പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുത്തി. ആത്മിക കൂട്ടായ്മകളിലൂടെ ദൈവിക സമാധാനവും സന്തോഷവും കണ്ടെത്തുകയായിരുന്നു ഡെയ്സി. അവിടെ ലണ്ടനിൽ എന്തായാലും ഒത്തിരി ഇവിടെ നിന്ന് കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും എയർപോർട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അപ്പുറം കടന്നു. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ജോലി ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ടായി. കാരണം എൻ്റെ ഭർത്താവ് എന്നെ ഓടിച്ചിട്ട് ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ പല സ്ഥലത്തായിട്ട് ഞാൻ വീണ് ഒത്തിരി ഉപദ്രവമൊക്കെ ഏറ്റ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ഈ അമ്മാവൻ
ആ പുള്ളിക്കാരൻ അമേരിക്കയിൽ പ്രീസ്റ്റായിട്ടിരിക്കുമ്പോൾ ഞാൻ പോയി കണ്ട അദ്ദേഹം കടന്നുപോയി. ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ അയാളൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മൂത്ത മോള് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ BA ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വന്ന് ഒരാളെ വിട്ടിട്ട് പറഞ്ഞ് എൻ്റെ മോളെയും കൊണ്ട് എന്നെ ചെല്ലാൻ. അപ്പം ചെന്നപ്പോൾ ശ്രീകാര്യം ലയോള കോളേജിൽ ഞങ്ങൾ ചെന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു 3-4 പേപ്പർ കഷ്ണം എടുത്ത് തന്നിട്ട് പറഞ്ഞ് ഈ കാണുന്ന കോഴ്സിന് മോളെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഞാനിപ്പോൾ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ BA ചേർന്നിട്ടുണ്ട്. അത് ഈറോഡ് വിവേകാനന്ദ കോളേജിൽ MSc സോഫ്റ്റ്വെയർ സയൻസിൻ്റെ കോഴ്സായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷിന് സ്റ്റാൻഡേർഡൊക്കെ കുറവാണ്, ഈ കോഴ്സ് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഞാൻ നിന്നെ ഒന്നേന്ന് പഠിപ്പിച്ച് എടുത്തിട്ട് നിന്നെ ഞാൻ അമേരിക്കയിൽ കൊണ്ടുപോകുന്നു. എന്തായാലും ആ പുള്ളിക്കാരൻ അവളുടെ എല്ലാ കാര്യവും ഏറ്റെടുത്ത് അവളെ പഠിപ്പിക്കാൻ ചേർത്ത്. അതിനുശേഷമാണ് ഞാൻ ഈ ലണ്ടനിൽ പോകുന്നത്. ഞാൻ ലണ്ടനിൽ പോയി കഴിഞ്ഞതിന് ശേഷം 2.5 വർഷം കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ ഞാൻ പോയതുകൊണ്ട് ആ പുള്ളിക്കാരൻ പിന്നെ മോളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ എനിക്ക് അവിടെ നിന്ന് ജോലി ചെയ്യാനും വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ മടങ്ങി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, ഇവിടം വരെ എന്നെ കൊണ്ടുവന്നിട്ട് എന്നെ മടക്കി അയക്കുന്നു. ഞാൻ ഇനി പോയാൽ 3 മക്കളുമായിട്ട് ആത്മഹത്യ ചെയ്യാനേ മാർഗമുള്ളൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അവിടെയുള്ള ഒരു ഡോക്ടറിനെ പരിചയമായി. ആ ഡോക്ടർ വഴി ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വന്നു. എനിക്ക് MRI CT സ്കാനൊക്കെ ചെയ്തപ്പോൾ ഡിസ്കിനാണ് കുഴപ്പമൊന്നും മനസ്സിലാക്കി എനിക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തന്ന് ഫിസിയോതെറാപ്പീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അല്പമല്ലാത്ത ആശ്വാസം ഉണ്ടായി. അതിനുശേഷം ലണ്ടൻ്റെ പുറത്ത് ഔട്ട് ഓഫ് ലണ്ടനിൽ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ജോലിക്ക് പോകാൻ അവസരം ലഭിച്ചു. അവിടെ പോയതിന് ശേഷം പള്ളിയിലൊന്നും പോകാൻ കഴിയത്തില്ലായിരുന്നു. സാധാരണ ലണ്ടൻ്റെ ഭാഗത്ത് മുക്കിലും മൂലയിലും കത്തോലിക്ക സഭയുടെ ചർച്ചുകളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ചർച്ച് കാണാനില്ല. അപ്പം ഞാൻ അവിടെ അന്വേഷിച്ച് അവിടെ ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ പോകുമായിരുന്നു. പക്ഷേ അവിടെ വെച്ച് ഞാൻ കാര്യമായി ഈ വിശ്വാസം എന്തെന്ന് അറിഞ്ഞില്ല. അതിനുശേഷം ഹീത്രൂ എയർപോർട്ടിൻ്റെ സമീപത്ത് സ്ലൗ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സായ അമ്മച്ചിയെ നോക്കാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ചർച്ചിൽ പോകണം, നിങ്ങൾ അതിനുള്ള ഒരു സൗകര്യം എനിക്ക് ഒരുക്കി തന്നാൽ ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്യും, അല്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോകും. അപ്പോൾ അവർ ചർച്ച് എനിക്ക് അടിച്ച് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇത് മലയാളികളുടെ ഒരു ചർച്ചാണ്, ഇവിടോട്ടൊന്ന് പോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ കണ്ട നമ്പറിൽ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അത് അവിടുത്തെ ഒരു പാസ്റ്ററായിരുന്നു. അവരെന്നെ കൃത്യമായി വന്ന് എന്നെ കണ്ട് സംസാരിച്ച്, സജി പാസ്റ്റർ എന്ന് പറയും, അവരെല്ലാ ആഴ്ചയിലും വന്ന് എന്നെ ചർച്ചിൽ കൊണ്ടുപോകുമായിരുന്നു. ചർച്ചിൽ പോകുമായിരുന്നെങ്കിലും ഞാൻ വ്യക്തമായിട്ട് ഈ സത്യം ഞാൻ മനസ്സിലാക്കിയില്ല. അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സഹോദരൻ ഡാനിയൽ ഫെർണാണ്ടസ് എന്ന് പറയും, ആ പുള്ളിക്കാരൻ എൻ്റെ പിന്നാലെ നടന്ന് വചനം പറയുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ പ്രെയർ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ചർച്ചിൽ പോയത്. അതിനുശേഷം ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ മാഞ്ചസ്റ്ററിൽ പോയതും അവിടെ നിന്ന് മടങ്ങി വന്ന് ഞാൻ ഈ സ്ലൗവിൻ്റെ പ്രദേശത്ത് MGC സഭയിലോട്ട് കടന്നു പോകുന്നത്. ആ സഭയിൽ കടന്നു പോയതിന് ശേഷം വളരെ കുറച്ച് അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ മലയാളം. അവിടെ ഉള്ളതെല്ലാം നേഴ്സുമാരായിരുന്നു. ആ ചർച്ചിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുപാട് വ്യക്തമായി ദൈവം എന്താണെന്നും വചനം എന്താണെന്നും അറിയുവാനൊക്കെ എനിക്കിടയായി. രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ആ വിശ്വാസത്തിൻ്റെ ആഴം അത് പരമാവധി പ്രയോജനപ്പെടുത്തി രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും ദൈവം എന്നെ ഒരു കാഴ്ച കാണിക്കുമായിരുന്നു. ഞാനെന്ന വ്യക്തി ഒരു ചെറിയ ആളും ഒരു ആജാനുബാഹുവായ ഒരാളും അങ്ങേയറ്റം നിൽക്കും, ഞാൻ ഇങ്ങേയറ്റവും. ഞങ്ങളുടെ രണ്ടിൻ്റെയും നടുക്കൊരു വലിയ ഗർത്തം. പക്ഷേ എനിക്കപ്പുറം കടക്കണം,
എനിക്ക് കടക്കാൻ കഴിയത്തില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുമ്പം ആ അപ്പുറത്ത് നിൽക്കുന്ന ആൾ കൈ പൊക്കി ഈ ഗർത്തത്തിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് എന്നെ കയ്യിൽ തൂക്കിയെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകുന്നതായിട്ട് എന്നെ കാണിക്കും. ഞാൻ അതേ സ്വപ്നം ഞാനൊരു 10-20 തവണ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആഴം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ ചർച്ചിൽ പോയതിന് ശേഷം സത്യം എന്താണെന്നും വിശ്വാസം എന്താണെന്നും ഞാൻ നന്നായി മനസ്സിലാക്കി. എന്നിൽ ഒരുപാട് കുറവുകളുണ്ട്. ഞാൻ ഭയങ്കര മുൻകോപിയും ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ എന്നാൽ അത് പൂർണ്ണമായിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. വളരെ കുറച്ച് മാറ്റങ്ങൾ എന്നിൽ വന്നു തുടങ്ങി. അതിനുശേഷം ആ സഭയിൽ ഞാൻ ഒത്തിരി ഒരു 7-8 വർഷം പോയി. അതിനുശേഷം എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ നാട്ടിലോട്ട് കടന്നു വരണമെന്ന് പറഞ്ഞ്, കാരണം ഞാൻ ഈ സത്യം അറിഞ്ഞതുകൊണ്ട് എൻ്റെ നാട്ടിൽ വന്ന എന്നെ എല്ലാവരും കൂടെ തല്ലിക്കൊല്ലുമെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ തന്നെ എന്നെ അതിനു വേണ്ടി ഇറങ്ങി വരുമെന്ന് എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞ് ഞാൻ വരത്തില്ല. അപ്പം ഞാൻ ചർച്ചിൽ പോണ വിവരം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം അതാണ്, ദൈവവചനം അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ പിള്ളേരെന്നെ കളിയാക്കുമായിരുന്നു. അവരെന്നെ ഒരുപാട് പറയും, അയ്യോ അമ്മ എന്തിനങ്ങനെയൊക്കെ പോകുന്നു, അങ്ങനെയൊന്നും പോകണ്ടെന്ന് പറയും. ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ 3 പേരും വളർന്ന്, മോള് MSc സോഫ്റ്റ്വെയർ സയൻസ്, ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്ത് അവളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, മോനെ ബാംഗ്ലൂർ വിട്ട് നഴ്സിംഗ് പഠിപ്പിച്ചു. അവൻ നഴ്സിംഗ് പഠിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോയി. അതിൻ്റെ സെലക്ഷനൊക്കെ പോയി. അവിടെ അവനെ സെലക്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഈ കളിയുടെ അതിനെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് ഇവൻ പഠിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കരുതി അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കളിക്കാനാണ് വന്നതെങ്കിൽ പിന്നെ എന്നെ ജീവനോടെ കാണത്തില്ലെന്ന്. എന്നാൽ അവൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നാട്ടിൽ വന്ന് നേഴ്സായിട്ട് ജോലി ചെയ്ത്. അപ്പം ഞാൻ ഇളയ മോളോടും പറഞ്ഞു, നീയും നേഴ്സാകണം. അപ്പോൾ അവൾ പറഞ്ഞു, അച്ചാച്ചൻ നേഴ്സായല്ലോ, ഇനി എന്തിനൊരു നേഴ്സ് കൂടെ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നേഴ്സുമാർക്കാണ് സാധ്യത, ഈ നേഴ്സാകണമെന്ന്. അവളും നേഴ്സിങ്ങിന് ചേർന്ന്. എനിക്ക് അവളെ ലണ്ടനിൽ കൊണ്ടുപോകണമെന്ന് താല്പര്യമായിരുന്നു. അവൾ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് കോട്ടയത്ത് ഒരു വീട്ടിൽ പെയിൻ ഗസ്റ്റായിട്ട് നിന്ന് അവൾ OET ട്രെയിൻ ചെയ്യുമായിരുന്നു. എന്നാൽ ആ നിന്നത് ഒരു പാസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ അവരെ വിളിച്ച് പറയും, ഈ കുഞ്ഞിനെ കൂടെ നിങ്ങൾ ചർച്ചിൽ പോകുമ്പോൾ കൊണ്ടുപോകണം, ഞാനിവിടെ വിശ്വാസത്തിലാണ്. അപ്പോൾ അവൾ ആദ്യമൊന്നും പോകത്തില്ലായിരുന്നു, പിന്നെ കടന്നു പോകുമായിരുന്നു. എന്നാൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് കോവിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടായത്. അവൾ എക്സാം എഴുതാൻ ഡേറ്റ് എടുക്കുന്നതിൻ്റെ 2 ദിവസത്തിന് മുൻപാണ് കോവിഡ് ഉണ്ടായത്. അപ്പോൾ അവൾക്ക് ആ എക്സാം എഴുതാൻ പറ്റിയില്ല. അങ്ങനെ 2-3 തവണ എക്സാം ചെയ്യാൻ കഴിയാതെ ആയപ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമായി. പിന്നെ ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ് എൻ്റെ ഭാവി ഇങ്ങനെ ആയതെന്നൊക്കെ അവൾ പറയുമായിരുന്നു. 3-4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നഴ്സിങ്ങിൻ്റെ OET എഴുതി. OET എഴുതിയതിന് ശേഷം അത് പാസ്സായപ്പോൾ അയർലൻഡിലേക്കുള്ള സ്കോർ കിട്ടി. ഞാൻ അവിടെ പോകാൻ സമ്മതിച്ചില്ല. കാരണം എൻ്റെ കൂടെ ലണ്ടനിൽ വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ഉദ്ദേശം, എൻ്റെ കൂടെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് എല്ലാ ദിവസവും കൃത്യസമയത്ത് ചർച്ചിൽ പോകാനും എൻ്റെ കുഞ്ഞും എൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ ഞാൻ കരുതി. അതിനുശേഷം എനിക്ക് നാട്ടിൽ വരേണ്ടി വന്നു. ദൈവം എന്നോട് ഒരു പലതവണ ഇടപെട്ടു. ഒത്തിരി തവണ എന്നോട് സംസാരിക്കുകയുണ്ടായി. ഭയപ്പെടണ്ട, നിന്നെ ഞാൻ എത്തേണ്ടടുത്ത് എത്തിക്കും, നിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ മടക്കി കൊണ്ടുവരുമെന്ന് പലതവണ ഞാൻ ദൈവശബ്ദം കേട്ടു. പക്ഷേ നാട്ടിൽ കടന്നു വരേണ്ട അവസ്ഥ വന്നപ്പോൾ മക്കളോട് ഞാൻ പറഞ്ഞു, എനിക്കിനി അവിടെ വന്നാൽ മറ്റു ചർച്ചിൽ പോകാൻ പറ്റത്തില്ല. ഇല്ല അമ്മ, ധൈര്യമായിട്ട് വരും. ഞാൻ 18 വർഷവും 7 മാസവും ലണ്ടൻ്റെ പ്രദേശത്തായിരുന്നു. ഞാൻ നിന്ന സത്യത്തിൽ വിശ്വസ്തയോടെ നിന്ന്. എന്നാൽ ഈ നാട്ടിൽ വന്നതിന് ശേഷം എനിക്കൊരുപാട് പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. എനിക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാനിവിടെ കടന്നു വന്ന് ഇവിടുത്തെ ചർച്ചിൽ എനിക്ക് കടന്നു വരുവാൻ അവസരം ലഭിച്ചു. ക്രിസ്ത്യൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ
ചർച്ചിൽ ഞാനിപ്പോൾ കടന്നു വരുന്നുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളുടെ നിർബന്ധപ്രകാരം അവരാരും ചർച്ചിൽ കടന്നു വന്നിട്ടില്ല. ഇപ്പം 3 മക്കളും വിവാഹം കഴിച്ചു. 3 പേരും. മൂത്ത മോള് ദുബായിലായിരുന്നു, അവളിപ്പം നാട്ടിലുണ്ട്. രണ്ടാമത്തെ മോനും ഇളയ മോളും അയർലൻഡിലാണ്. അവർ നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ വേണ്ട വിധത്തിൽ വിശ്വസ്തയോടെ നിൽക്കുന്നോ ഇല്ലയോ എന്ന് ഞാൻ എപ്പോഴും ദൈവസന്നിധിയിൽ ചോദിക്കും. കാരണം സഹോദരങ്ങളുടെ ബന്ധുമിത്രാദികളുടെ മരണ അടക്ക ചടങ്ങുകൾ വരുമ്പോൾ എനിക്കവിടെയൊക്കെ കടന്നു പോകേണ്ടതായി വരും. കഷ്ടതയുടെ നടുവിലും വീണുപോകാതെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽപ്പാൻ, ഈ അറിഞ്ഞ സത്യം വിട്ടുപോകാതെ നിലനിൽപ്പാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് യാചിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും എനിക്ക് വേണ്ടും വണ്ണം ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലെത്തുവാൻ ആയിട്ടില്ല. അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. ദൈവം അതിന് വേണ്ട കൃപ തരട്ടെ എന്ന് അപേക്ഷിക്കുന്നു. നന്ദി. ക്രിസ്തുവിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ സധൈര്യം സ്വീകരിച്ച ഈ വനിത ഇന്ന് ക്രിസ്തുവിന്റെ സാക്ഷിയാണ്. സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ആശ്വാസ വചനങ്ങളെ പകർന്നു നൽകുന്ന ഡെയ്സിയുടെ ജീവിതാനുഭവങ്ങൾ നമുക്കും പ്രചോദനമാണ്.